ഹായ് ഓൾ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേവ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ ആണ്. അപ്പോൾ വേവ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ വരുന്നതിന് മുന്നേ അതിൻ്റെ കുറച്ച് കണ്ടീഷൻസും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം. കൺസിഡർ an elastic string stretched to its length capital L and placed along the x-axis with its two ends x equal to 0 and x equal to L are fixed. എന്താ ചെയ്യുന്നത്? ഒരു എലാസ്റ്റിക് സ്ട്രിങ് നമ്മുടെ എക്സ് ആക്സിസിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എൻഡ് സീറോയിൽ വരുന്ന രീതിയിലും മറ്റേ ഭാഗങ്ങളൊക്കെ എക്സ് ആക്സിസിന് മുകളിൽ പ്ലേസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു എലാസ്റ്റിക് സ്ട്രിങ് ഓഫ് ലെങ്ത് എൽ എക്സ് ആക്സിസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെന്ന് ആലോചിക്കാം. ഓക്കെ, ലെറ്റ് റോ ബി ദി കോൺസ്റ്റന്റ് ഡെൻസിറ്റി ഓഫ് ദി സ്ട്രിങ്. ദാറ്റ് ഈസ് അതൊരു ഹോമോജിനിയസ് സ്ട്രിങ് ആണ്. എന്ന് വെച്ചാൽ റോ എന്ന് പറയുന്നത് എല്ലായിടത്തെയും നമ്മുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും എന്താണ്, ഓരോ ഈ ഒരു പോയിന്റിൽ എടുത്താലും ഈ ഒരു പോയിന്റിൽ എടുത്താലും ഒക്കെ ഡെൻസിറ്റി എന്താണ്, സെയിം ആണ്. അങ്ങനെയുള്ളൊരു സ്ട്രിങ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫങ്ഷൻ യു ഓഫ് എക്സ് ടി, ഓർ നമ്മളിവിടെ യു എന്നുള്ളൊരു അല്ലെങ്കിൽ വൈ എന്നുള്ള രീതിയിലോ ആലോചിക്കാം, കൺഫ്യൂഷൻ വരണ്ട. യു ആയാലും വൈ ആയാലും നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്ത് തന്നെയാണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, ആ സിമ്പിളിൻ്റെ നൊട്ടേഷൻ ചിലപ്പോൾ നമ്മൾ വൈ വെച്ചിട്ടായിരിക്കും വേവ് പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഡെറിവേഷനിൽ ചിലപ്പോൾ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, യു വേണമെങ്കിൽ യൂസ് ചെയ്യാം, വൈ വേണമെങ്കിൽ യൂസ് ചെയ്യാം, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. യു ഓഫ് എക്സ് ടി ഡിനോട്ട് ദ ഡിസ്പ്ലേസ്മെൻറ്റ്, അതിൻ്റെ വേറൊരു പേരാണ് ഡിഫ്ലക്ഷൻ ഓഫ് സ്ട്രിങ് ഓഫ് എനി പോയിന്റ് എക്സ് അറ്റ് എനി ടൈം ടി ഗ്രേറ്റർ ദാൻ 0 ഫ്രം ദി ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള പൊസിഷൻ, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ടൈം നമ്മൾ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓരോ പാർട്ടിക്കിളും ഫ്രം 0 എന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഞാൻ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഓരോ പാർട്ടിക്കിളിനും ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ ജനറലായിട്ട് എന്തിൻ്റെ സൊല്യൂഷനായിട്ട് പറയാം, നമ്മുടെ വേവ് ഇക്വേഷൻ. അപ്പോൾ ഇതിൽ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഏത് രീതിയിലാണ് വരിക എന്നുള്ളതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ പഠിക്കുന്ന വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ് എനി ടൈം ടി ഗ്രേറ്റർ ദാൻ 0 ഫ്രം ദി ഇക്വിലിബ്രിയം പൊസിഷൻ, അതാണ് പറഞ്ഞ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് എക്സ് ആക്സിസ്, അവിടെ അതിൻ്റെ മുകളിൽ നമ്മൾ എലാസ്റ്റിക് സ്ട്രിങ് സ്ട്രെച്ച് ചെയ്യാതെ വെച്ചിരിക്കുന്ന ആ പൊസിഷൻ. വെൻ ദ സ്ട്രിങ് ഈസ് ഡിസ്റ്റോർട്ടഡ് ദെൻ ഇറ്റ് വൈബ്രേറ്റ്സ്. മീൻസ് നമ്മൾ എലാസ്റ്റിക് സ്ട്രിങ് ആണ്, അതിനെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് ഡിസ്റ്റോർട്ട് ചെയ്താൽ അതിൻ്റെ ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ഇതിനെ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒന്ന് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചാൽ ഇതെന്ന് സംഭവിക്കും, അത് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അല്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇവിടുന്ന് ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് എന്നിട്ട് ജസ്റ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പറഞ്ഞിരിക്കുന്ന സ്ട്രിങ് എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. ദ സ്മോൾ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ഓഫ് such a vibrating string are mathematically modeled by one-dimensional wave equation. ഏത് രീതിയിലാണ് ആ വൈബ്രേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്ന വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും കൂടി ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നത് ട്രാവേഴ്സ് ആയിട്ടാണ്. ഈ രീതിയിൽ മാത്രമാണ് എന്തുണ്ടാവില്ല, അതിന് ഹൊറിസോണ്ടൽ മോഷൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ മാത്രമേ വൈബ്രേറ്റ് ചെയ്യുള്ളൂ, എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ 3 ഡയമെൻഷനിലേക്കുള്ള ഒരു വൈബ്രേഷൻ ഇല്ല എന്നുള്ളതൊക്കെ നെഗ്ലക്റ്റ് ചെയ്യും. ഇതിൻ്റെ ഒരു 3 കണ്ടീഷൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കണം, ഡെൻസിറ്റി സെയിം ആയിരിക്കണം, അതുപോലെ എന്തില്ല, ഈ രീതിയിൽ മാത്രം ഒരു പ്ലെയിനിൽ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, അതിന് വൈബ്രേഷൻ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഞാൻ ചെയ്യുന്നത് ഈ സ്ട്രിങ്ങിൻ്റെ ചെറിയൊരു പോർഷൻ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ചെറിയൊരു പോർഷൻ, അതായത് എക്സ് ഡിസ്റ്റൻസിനും എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസിനും ഇടയിലുള്ള ഒരു ചെറിയൊരു പോർഷൻ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ആ പോർഷനിൽ വൈബ്രേഷൻ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഈ കമ്പോണൻറ്റ്, ടാൻജൻറ്റ് കമ്പോണൻറ്റ് 2 കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന് വെർട്ടിക്കൽ കമ്പോണൻറ്റും മറ്റേത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും. സോറി, ഇത് നമ്മുടെ വെർട്ടിക്കൽ കമ്പോണൻറ്റ്, ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെയുള്ള ടാൻജൻറ്റ് വെക്റ്റർ, അതായത് ഈ എക്സിലുള്ള ടാൻജൻറ്റ് വെക്ടറും അതുപോലെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സിലുള്ള ടാൻജൻറ്റ് വെക്ടറും എന്ത് ചെയ്യും, അതിൻ്റെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നൊക്കെ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ ആ പറഞ്ഞിരിക്കുന്ന T1 T2 എന്ന് പറയുന്ന ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾസ് ആണ് ആൽഫ ആൻഡ് ബീറ്റ. ഇവിടെ എക്സ് എന്ന് പറയുന്ന സ്ട്രിങ്ങിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി പി ഉപയോഗിക്കുന്നു. അതായത് വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേയുള്ള പൊസിഷൻ പി ആണ്. എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന സ്ട്രിങ്ങിലെ പോയിന്റ് അല്ലെങ്കിൽ സ്ട്രിങ്ങിലെ പാർട്ടിക്കിളിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ Q ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ assume that the string is perfectly flexible, means elastic, and offers no resistance to bending.
എന്ന് വെച്ചാൽ പെർഫെക്റ്റ്ലി എലാസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രിങ് ആണ്. അപ്പോഴേക്കും ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഫോർ എ സ്മോൾ പോർഷൻ ഓഫ് ദ സ്ട്രിങ് ബിറ്റ്വീൻ എക്സ് ആൻഡ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ദ ഇക്വേഷൻ ഈസ് ഡിറൈവ്ഡ്. നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ന്യൂട്ടൺ സെക്കൻഡ് ലോ ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സ്മോൾ പോർഷനിലുള്ള തന്നെയായിരിക്കും എന്ത്, എല്ലാ പോർഷനും ഒരുപോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയുള്ള പാർട്ടിക്കിളിൻ്റെ മോഷൻ ഏത് രീതിയിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് എക്സിലുള്ള പാർട്ടിക്കിളിൻ്റെ മോഷൻ എങ്ങനെയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്നുള്ള ഏത് ഡിസ്റ്റൻസിലുള്ളതും ജനറലായിട്ട് നമുക്ക് പറയാം. കാരണം എന്താ, അത് ആ രീതിയിലുള്ള ഡെൻസിറ്റി സെയിം ആണ്, അതുപോലെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്, ഈ പറഞ്ഞ പ്രോപ്പർട്ടി ഒക്കെ സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സ്ട്രിങ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന സ്മോൾ പോർഷൻ ഞാൻ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ബേസ് ചെയ്തിട്ടുണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ലെറ്റ് T1 and T2 be the tension at the ends of P and Q of this പോർഷൻ ഓഫ് ദി സ്ട്രിങ്. അതായത് ഈ T1 ഉം T2 ആണ് ഈ പറഞ്ഞ P എന്ന് പറഞ്ഞ പോയിന്റ്, അതായത് എക്സിൻ്റെ സ്ട്രെച്ചഡ് ഫോമിലുള്ള പോയിന്റും Q എന്ന് പറയുന്നതിലുള്ള ടെൻഷൻ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടോ, നമ്മളൊരു സംഭവം സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രെച്ച് ചെയ്ത് പിടിച്ച സാധനത്തിന് എന്തുണ്ടാവും, ഒരു ടെൻഷൻ ഉണ്ടാവും. അവിടെ പിയിലുള്ള ടെൻഷൻ ആക്ട് ചെയ്യുന്നത് T1 ആയിട്ടും ക്യൂവിലുള്ളത് T2 ആയിട്ടാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമുക്കറിയാം. പിന്നെ വരുന്നത് assume that the points of the string moves only in vertical direction. അതായത് ഇങ്ങനെ മാത്രമേ വരുന്നുള്ളൂ, എന്തില്ല, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള മൂവ്മെന്റ് ഇല്ല എന്ന് മനസ്സിലാക്കുക. അതാണ് ഒരു പ്ലെയിനിൽ മാത്രം വൈബ്രേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. ദ സം ഓഫ് ദ ഫോഴ്സ് ഇൻ ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്തായാലും എന്തായിരിക്കും, അതായത് എന്തില്ല, ഹൊറിസോണ്ടൽ ഡയറക്ഷൻ അതിന് എന്തില്ല, സ്വാഭാവികമായിട്ടും വൈബ്രേഷൻ ഇല്ല. അപ്പോൾ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻസിൻ്റെ സം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിട്ടായിരിക്കും വരിക, 0 ആയിട്ടായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നോക്കാം. T1 കോസ് ആൽഫ, അതായത് ഒറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം. ഒറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള കമ്പോണന്റ് ആണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു വെക്ടറായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈ T2 എന്ന് പറയുന്നത് അതിൻ്റെ ഹൈപ്പോട്ടന്യൂസും ഇവിടെയുള്ള ഈ ഭാഗം, ഇതാണ് അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് വരിക. ആ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ശരിക്കും എന്തായിരിക്കും, നമ്മൾ കോസ് ബീറ്റ എടുത്തു കഴിഞ്ഞാൽ ഈ T2 ബൈ അല്ലെങ്കിൽ T2 ബൈ നമുക്ക് എന്ത് കിട്ടും, ഇവിടെയുള്ള അതായത് ക്യൂവിലുള്ള ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇപ്പുറം വരുന്ന സമയത്ത് അത് ഈക്വൽ ടു എന്ത് വരും, കോസ് ബീറ്റ. അപ്പോൾ ഈ T2 കൃത്യമായിട്ട് പറയാം, അതായത് T1ലുള്ള, ആദ്യം നമുക്ക് T1 എടുക്കാം. T1ലുള്ള ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരിക, ഇവിടെ നിങ്ങളൊരു ജസ്റ്റ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക. ഈ ആംഗിൾ ആൽഫയാണെന്ന് മനസ്സിലാക്കുക. അത് മാത്രം ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ എഴുതി വെക്കാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, T1 ആണ്, ഇതെന്താണ് ആൽഫയാണ്, ഇതെന്താണ് റൈറ്റ് ആംഗിൾ ആണ്. അപ്പോൾ ഈ ഭാഗമാണ് നമ്മൾ എന്ത്, ഈ ടെൻഷൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറഞ്ഞ സംഭവം. അത് ശരിക്കും എന്തായിരിക്കും വരിക, നിങ്ങൾ കോസ് എടുത്തു കഴിഞ്ഞാൽ കോസ് ആൽഫ ഇസ് ഈക്വൽ ടു എന്ത് വരും, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് HC എന്ന് ആലോചിക്കുക ബൈ T1. സോ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ത് വരും, HC ഈക്വൽ ടു T1 കോസ് ആൽഫ. അതുപോലെ ഇപ്പുറം ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ത് വരും, T2 കോസ് ബീറ്റ. വെർട്ടിക്കൽ കമ്പോണന്റ് എന്തായിരിക്കും, T1 സൈൻ ആൽഫയും അതുപോലെ T2 സൈൻ ബീറ്റയാണ് വെർട്ടിക്കൽ കമ്പോണന്റ് വരിക. എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞിരിക്കുന്ന റൈറ്റ് ആംഗിൾ ഇതിലുള്ള റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാം, സൈൻ എടുക്കുക. സൈൻ ബീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് അതേപോലെ ഓപ്പോസിറ്റ് ബൈ ആ രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് സൈനും കിട്ടും കോസും കിട്ടും. ആ സൈൻ്റെയും കോസിൻ്റെയും ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെയുള്ള ഹൊറിസോണ്ടൽ കമ്പോണന്റ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ സം ഓഫ് ദി ഫോഴ്സ് ഇൻ ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ മസ്റ്റ് ബി 0 ആണ്. അതായത് T1 കോസ് ആൽഫ പ്ലസ് T2 കോസ് ബീറ്റ രണ്ടിൻ്റെ സം എന്ന് പറയുന്നത് ഇതാണ് ഹൊറിസോണ്ടൽ കമ്പോണൻസ്. ഇത് രണ്ടും സം ചെയ്താൽ 0 കിട്ടും. ഇത് സം ചെയ്താൽ 0 കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്തും അപ്ലൈ ചെയ്യുന്ന എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ടാവും എന്തായാലും, പക്ഷെ അത് സം ചെയ്യുന്ന സമയത്ത് 0 കിട്ടുമെന്ന് പറഞ്ഞാൽ അത് രണ്ടും എന്തായിരിക്കും, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് ഉണ്ടാവുക. ഓക്കെ, അത് മനസ്സിലാക്കുക. T1 കോസ് ആൽഫ എന്ന് പറയുന്നതും T2 കോസ് ബീറ്റ എന്ന് പറയുന്നതും ഒരു ഫിക്സഡ് ആയിട്ടുള്ള വാല്യൂ ആണ്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടെൻഷൻ ആണ് രണ്ട് സൈഡിലും. അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റിൽ ഹൊറിസോണ്ടൽ വൈബ്രേഷൻ ഇല്ലാത്തത് കൊണ്ട് ആകെ വരുന്ന വൈബ്രേഷൻ ഏത് മാത്രമാണ്, വെർട്ടിക്കലിലുള്ള വൈബ്രേഷൻസ് മാത്രമേ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ അവിടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്താണെന്ന് മനസ്സിലാക്കുക, ജസ്റ്റ് കോൺസ്റ്റന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു ഇക്വേഷൻ ഇതിലേക്ക് ഡിറൈവ് ചെയ്യാൻ കുറച്ചധികം സ്റ്റെപ്പുകളുണ്ട്. തൽക്കാലം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ വലിയ ലെങ്ത് ആയിപ്പോൾ, അതുകൊണ്ട് ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള
വൈബ്രേഷൻ ഇല്ലാത്ത കേസിൽ സ്ട്രിങ്ങിൻ്റെ കേസിൽ നമുക്ക് എപ്പോഴും അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എപ്പോഴും എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും ഏത് പോയിന്റ് എടുത്താലും. ഓക്കെ, അത് ഫിക്സഡ് ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും. സോ അടുത്തത് നോക്കാം. ദ നെഗ്ലക്റ്റിംഗ് ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓൺ ദി സ്ട്രിങ്, ദ ഓൺലി ടു ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സ്ട്രിങ് ആർ ദി വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ദി ടെൻഷൻ. എന്തൊക്കെയാണ്? വെർട്ടിക്കൽ കമ്പോണൻസിൽ മാത്രമാണ് നമുക്ക് എന്തായിട്ട് വരിക, വെർട്ടിക്കൽ കമ്പോണൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. കാരണം ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഇല്ല. ഞാൻ പറഞ്ഞു ഹൊറിസോണ്ടൽ വരുന്ന ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഫിക്സഡ് ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ മോഷൻ ഇല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഇല്ല. അപ്പോൾ ടോട്ടൽ നമ്മൾ ആ രണ്ട് പോയിന്റിലും ആക്ട് ചെയ്യുന്ന ഇവിടെയുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഇല്ല എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. അതായത് ഫിക്സഡ് ആണ്, ചെറിയൊരു ഇതുണ്ടാവും, അത് ചെറിയൊരു നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ ആയിരിക്കും, അതൊരു ഫിക്സഡ് വാല്യൂ ആണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാം. ഓക്കെ, പക്ഷെ അപ്പം ഇവിടെയുള്ള പിയിലുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ത് മാത്രമാണ്, ശരിക്കും നമ്മുടെ അവിടെയുള്ള വെർട്ടിക്കൽ കമ്പോണൻസ് മാത്രമാണ്. ആ വെർട്ടിക്കൽ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ശ്രദ്ധിക്കണം, ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മുടെ വെർട്ടിക്കൽ കമ്പോണൻറ്റ്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന ഹൊറിസോണ്ടലിനെ കാട്ടിയും താഴെയുള്ള പോയിന്റ് ആണ്. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ മൈനസ് ആൽഫ അല്ലെങ്കിൽ മൈനസ് ആൽഫ എന്നുള്ള രീതിയിൽ വരും. അപ്പം സൈൻ മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുക ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്റ്റൻസ്, അതായത് വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള വെർട്ടിക്കൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ വരുന്നത് കൊണ്ടാണ് അവിടെ മൈനസ് ആൽഫ എന്ന് വരുന്നത്. അപ്പോൾ സൈൻ മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്ത് വരും, നമ്മളെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓപ്പോസിറ്റ് ബൈ എന്ത് വരും, ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ T1. സോ വെർട്ടിക്കൽ കമ്പോണൻറ്റ് അറ്റ് പി എന്ന് പറയുന്നത് എന്തായിട്ട് വരും, T1. അപ്പോൾ സൈൻ മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ വരിക, മൈനസ് സൈൻ ആൽഫ. അപ്പോൾ ഇത് കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ മൈനസ് ഇപ്പുറം കൊടുക്കുക, T1 സൈൻ ആൽഫ എന്ന് വരും. എവിടെയുള്ളത്, പിയിലുള്ള വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്, ടെൻഷൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ്. അതുപോലെ ക്യൂവിലുള്ള വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്താണ് വരിക, ഇതേപോലെ T1. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന ഡയറക്ഷൻ പോസിറ്റീവ് ഡയറക്ഷനിൽ തന്നെയാണ് ടെൻഷൻ ഉള്ളത്. അതുകൊണ്ട് അവിടെ നമുക്ക് സൈൻ ബീറ്റ എന്ന് എടുത്താൽ മതി. അപ്പോൾ സൈൻ ബീറ്റ ഇസ് ഈക്വൽ ടു വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ T2. അവിടെ നമുക്ക് വെർട്ടിക്കൽ കമ്പോണൻറ്റ് അറ്റ് ക്യൂ എന്ത് കിട്ടും, T2 സൈൻ ബീറ്റ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ടെൻഷൻ അറ്റ് ക്യൂ അറ്റ് പി മൈനസ് T1 സൈൻ ആൽഫ ആൻഡ് അറ്റ് ക്യൂ T2 സൈൻ ബീറ്റ വിത്ത് അപ്വേർഡ് ഡയറക്ഷൻ ടേക്സ് അസ്. അത് ഒന്ന് താഴോട്ടേക്കാണ്, ഒന്ന് മുകളിലോട്ടേക്കാണ്, അത് മനസ്സിലാക്കുക. അതിൽ അപ്വേർഡ് ഡയറക്ഷനാണ് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കാം, ഡൗൺവേർഡ് ഡയറക്ഷൻ നെഗറ്റീവ്. അവിടെ ആംഗിൾ ശരിക്കും നെഗറ്റീവായിട്ട് വരുന്നതുകൊണ്ടാണെന്ന് മനസ്സിലാക്കാം. ബൈ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്താണ്, എപ്പോഴും മോഷൻ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ പ്രകാരം നമുക്ക് എന്താ അറിയാം, ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണെന്ന് അറിയാം. ആ ഇക്വേഷൻ നോക്കുക. ഇവിടെയുള്ള ടോട്ടൽ ഫോഴ്സ് എന്താ, നമ്മൾ പറഞ്ഞു ഇവിടെയുള്ള ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥലത്തുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ പിയിലുള്ള ടെൻഷൻ പ്ലസ് ക്യൂവിലുള്ള ടെൻഷനാണ്. പിയിലുള്ള ടെൻഷൻ എത്ര കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ആവും, ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ടും വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ക്യൂവിലും. അപ്പോൾ നിങ്ങളിങ്ങനെ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് അറ്റ് പി ആൻഡ് ആക്ടിങ് അറ്റ് ക്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ സമ്മും രണ്ട് വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെ സമ്മും സം ചെയ്യാന്നുള്ളതാണ്. മൊത്തത്തിൽ കൂട്ടുക. അപ്പം 4 കമ്പോണൻറ്റും കൂടി കൂട്ടുക. പക്ഷേ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം, 0 ആണ്. അപ്പോൾ അവിടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്, ആ പിയിലും ക്യൂയിലും ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ കമ്പോണൻസ് മാത്രമാണ്. പിയിൽ ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്താണ്, പിയിൽ ആക്ട് ചെയ്യുന്നത് മൈനസ് T1 സൈൻ ആൽഫ, അതുപോലെ ക്യൂവിൽ ആക്ട് ചെയ്യുന്നത് T2 സൈൻ ബീറ്റ. രണ്ടും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് T1 സൈൻ ആൽഫ പ്ലസ് T2 സൈൻ ബീറ്റ. ഒന്ന് സ്റ്റാൻഡേർഡ് ആക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആദ്യം പോസിറ്റീവ് പിന്നെ നെഗറ്റീവ് എന്നുള്ള രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ T2 സൈൻ ബീറ്റ മൈനസ് T1 സൈൻ ആൽഫ. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു മാസ്. മാസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, എന്താണ് വരിക, ഡെൻസിറ്റി ഇൻറ്റു അതിൻ്റെ വിഡ്ത്ത്. ഓക്കെ, മാസ് ബൈ വോളിയം ആണ് എന്ത് ശരിക്കും പറഞ്ഞാൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ. അതിൽ നമുക്ക് എന്ത് കിട്ടും, ഈ പറഞ്ഞിരിക്കുന്ന റോ ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ് നമ്മളെ മാസ് ആയിട്ട് വരിക. മാസ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ലെങ്ത്ത്, അതായത് റോഡിൻ്റെ ലെങ്ത്ത് ഇൻറ്റു അതിൻ്റെ ഡെൻസിറ്റി ആണ്. അപ്പോൾ ഇവിടെ മാസിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ് എന്ത്, സ്ട്രിങ്ങിൻ്റെ ചെറിയൊരു പോർഷനല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എത്ര വരിക, ഡെൽറ്റ എക്സ്. അപ്പോൾ ഇവിടെയുള്ള ഇത് എന്ത് തന്നെയാണ്, ഡെൻസിറ്റി എന്ത് തന്നെയാണ്, റോ. സോ മാസിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം,
m equal to rho into delta x. Then acceleration എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ. സോ അതിന് ഞാൻ ഇക്വേഷൻ 2 എന്ന് വിളിക്കുന്നു. ഈ ഓൾറെഡി നമുക്ക് കിട്ടിയ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഇക്വേഷൻ 1 എന്ന് വിളിച്ചു. ദെൻ ഡിവൈഡിങ് 1/2 എന്ത് ചെയ്യുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ രണ്ട് സ്ഥലത്തുള്ള ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് രണ്ട് സം ചെയ്താൽ 0 കിട്ടും. പക്ഷെ അതൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്, വളരെ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് ഇവിടെ നമുക്ക് കിട്ടുക. അപ്പോൾ T1 കോസ് ആൽഫയും T2 സൈൻ കോസ് ബീറ്റയും രണ്ടും എന്താണ് ടി എന്നുള്ളൊരു വാല്യൂ, ഒരു ഫിക്സഡ് വാല്യൂ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഇക്വേഷനും ഇക്വേഷൻ 1 കൂടി ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഡിവൈഡ് ബൈ ടി, ഇവിടെയും ടോട്ടൽ ഡിവൈഡ് ബൈ ടി. അപ്പോൾ ടി മനസ്സിലാക്കണം, ടി എന്ന് പറഞ്ഞാൽ എന്താ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് അറ്റ് പി ആൻഡ് ക്യൂ, അതെന്താണ് ഫിക്സഡ് ആണ്. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ T2 സൈൻ ബീറ്റ ബൈ ടി, T1 സൈൻ ആൽഫ ബൈ ടി, ദാറ്റ് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു ഡെൽറ്റ എക്സ് ബൈ ടി ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ. ദെൻ ടി എന്ന് പറഞ്ഞാൽ എത്രയാ, ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് സ്ഥലത്തുള്ള ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം, ടി എന്ന് വിളിക്കാം. അപ്പോൾ ഒരു സൈഡ് ശരിക്കും പിയിലുള്ള എത്രയാണ് T1 കോസ് ആൽഫ, അതും ടി ആണ്. ക്യൂവിലുള്ള T2 കോസ് ബീറ്റ, അതും എന്ത് തന്നെയാണ്, ടി തന്നെയാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഞാൻ ചെറിയൊരു നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടുന്ന രീതിയിൽ ഞാൻ ഇതിനൊന്ന് ചെറുങ്ങനൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ഇവിടെയുള്ള അതായത് T2 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടിക്ക് T2 കോസ് ബീറ്റ എന്നും T1 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടിക്ക് T1 കോസ് ആൽഫ എന്നും കൊടുക്കുന്നു. ഓക്കെ, രണ്ടും ഈക്വൽ ആണെന്ന് അറിയാം, രണ്ടും ടി ആണ്. ഇനി നോക്ക്, ഇവിടെ നമുക്ക് എന്ത് കിട്ടും, T2 ക്യാൻസൽ ചെയ്യാം, സൈൻ ബീറ്റ ബൈ കോസ് ബീറ്റ ടാൻ ബീറ്റ എന്ന് എഴുതാം. അതുപോലെ ഇവിടെ T1 ക്യാൻസൽ ആവും, സൈൻ ആൽഫ ബൈ കോസ് ആൽഫക്ക് പകരം ടാൻ ആൽഫ എന്നും കൊടുക്കാം. ഇതിൽ ഈ ടേം റോ ഇൻറ്റു ഡെൽറ്റ എക്സ് ബൈ ക്യാപിറ്റൽ ടി ഒരു ഫിക്സഡ് വാല്യൂ ആയിട്ട് എടുക്കാം. ഓക്കെ, ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ. ദെൻ നമ്മൾ സിൻസ് ടാൻ ആൽഫ ആൻഡ് ടാൻ ബീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ സ്ലോപ്പ് അറ്റ് ഏത് പോയിന്റ് പി ആണ്. സ്ലോപ്പ് അറ്റ് പി എന്ന് പറഞ്ഞ പോയിന്റിന് നമ്മൾ സാധാരണ രീതിയിൽ എന്ത് വിളിക്കുക, ടാൻ എന്ന് പറയുന്നത് നമ്മൾ സ്ലോപ്പ് ആയിട്ടുള്ള ഡിഫൈൻ ചെയ്യുക. സാധാരണ ഡെറിവേറ്റീവും സ്ലോപ്പും തമ്മിലുള്ളൊരു റിലേഷൻ നമുക്ക് അറിയുന്നതാണ് അല്ലേ. നമുക്ക് റിലേഷനിലേക്ക് വരാം, ജസ്റ്റ് ഒന്ന്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ പി എന്ന് പറഞ്ഞ പോയിന്റിലെ സ്ലോപ്പ്, അതായത് ഈ പറഞ്ഞിരിക്കുന്നതും അതിൻ്റെ ഒറിജിനൽ പൊസിഷനും തമ്മിലുള്ള സ്ലോപ്പ് നമുക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, ടാൻ ആൽഫയാണ് അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള സ്ലോപ്പ് അതായത് ഒറിജിനൽ പൊസിഷനും അതിൻ്റെ ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്ലോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ടാൻ ബീറ്റ. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും dy ബൈ അല്ലെങ്കിൽ du ബൈ ഡി എക്സ് അറ്റ് ഏത് പോയിന്റ് പി ആണ്, ഇത് അറ്റ് ക്യൂ ആണ്. ഓക്കെ, രണ്ടും മനസ്സിലാക്കുക. അതായത് ഡി യു ബൈ ഡി, നമ്മൾ സാധാരണ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ലോപ്പും ഡെറിവേറ്റീവ് എന്താണ് ഈക്വൽ ആണ്. അപ്പോൾ ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ ശരിക്കും ഡോ യു ബൈ ഡോ എക്സ് അറ്റ് പി ആണ്. ടാൻ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ ഡോ യു ബൈ ഡി പറയാൻ പറ്റില്ല, കാരണം യു എന്ന് പറയുന്നത് എന്താ രണ്ട് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ട് ഡി യു ബൈ ഡി എക്സ് എന്ന് പറയാൻ പറ്റില്ല. അവിടെയുള്ള സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ പാർഷ്യൽ ആണ് വരിക, ഡോ യു ബൈ ഡോ എക്സ് അറ്റ് പി. ടാൻ ബീറ്റ എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ് അറ്റ് ക്യൂ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് സിൻസ് ടാൻ ആൽഫ ആൻഡ് ടാൻ ബീറ്റ ആർ ദി സ്ലോപ്പ് ഓഫ് ദി സ്ട്രിങ് അറ്റ് ദി പോയിന്റ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോൾ ഏത് പൊസിഷനിലുള്ളത് പി, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ഏത് പൊസിഷനിലുള്ളത് ക്യൂ. വി ക്യാൻ റീപ്ലേസ് ടാൻ ആൽഫ ബൈ എന്ത് ടാൻ ആൽഫ ഡോ യു ബൈ ഡോ എക്സ് എന്ന രീതിയിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഡോ യു ബൈ ഡോ എക്സ് അറ്റ് പി. പി എന്ന് പറഞ്ഞ പോയിന്റ് എന്താ എക്സ് ആണ്. സോ ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് ടി. ഓക്കെ, അതുപോലെ ടാൻ ബീറ്റ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, അറ്റ് ക്യൂവിലാണ്. ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് എന്താ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, അവിടെയുള്ള എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ആണ്. സോ ഡോ യു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ ടി. ടി പറഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, ഡിവൈഡ് ബൈ എന്ത് വരും ഡോ എക്സ്. സോ ആ വാല്യൂസ് തൊട്ട് മുന്നേയുള്ള ഇക്വേഷൻ 3 നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഈ പറഞ്ഞിരിക്കുന്ന ടാൻ ആൽഫക്ക് പകരം ഈ വാല്യൂ ഡോ യു ബൈ ഡോ എക്സ്, സോറി ടാൻ ബീറ്റക്ക് പകരം ഫസ്റ്റ് വാല്യൂ, കാരണം ടാൻ ബീറ്റയാണ് ആദ്യം വരുന്നത് അല്ലേ, ടാൻ ബീറ്റ മൈനസ് ടാൻ ആൽഫ അല്ലേ. അപ്പോൾ അവിടെ ടാൻ ബീറ്റക്ക് പകരം ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആൻഡ് ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ്, ദാറ്റ് ഇസ് ഈക്വൽ ടു
ആ ഇക്വേഷൻ റൈറ്റ് സൈഡ് സെയിം തന്നെ. ദെൻ ഞാൻ രണ്ട് സൈഡ് എന്ത് ചെയ്യുന്നു, ഇതിനെ ഏത് രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് എന്നുള്ള രീതിയിലേക്ക് എടുക്കാം. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഡെൽറ്റ എക്സിനെ ഞാൻ ത്രൂ ഔട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു വിചാരിക്കാം. നമുക്ക് ശരിക്കും ഏത് പോയിന്റിലാണ് കിട്ടണ്ടേ, ഈ എക്സ് എന്ന് പറയുന്ന ആർബിട്രറി പോയിന്റിലുള്ള ഡീവിയേഷൻ ഏത് രീതിയിലാണെന്നുള്ളതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. ഇനി ഈ ഡെൽറ്റ എക്സിന് ഇങ്ങോട്ടേക്ക് എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ലൈൻ എന്തായിട്ട് മാറും, ഈ ടെൻഷൻ ഇതിന് ടാൻജൻ്റ് ആയിട്ട് വരും. അപ്പോൾ അവിടെ അനുഭവിക്കുന്ന ഫോഴ്സ് എന്താണെന്നുള്ളത് ആ രീതിയിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടും, അവിടുത്തെ ടെൻഷൻ എന്താണെന്നുള്ളത് അവിടെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഡെൽറ്റ എക്സ് കൊണ്ട് ത്രൂ ഔട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ ഡെൽറ്റ എക്സ്, നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടും. ഓക്കെ, അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു റോ ബൈ ടി ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ. ഇനി ഇക്വേഷൻ 4 എന്ന് വിളിക്കുക. ഈ പറഞ്ഞ സംഭവം എന്താ ശരിക്കും, ഇനി രണ്ട് സൈഡും ലിമിറ്റ് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതായത് ഡെൽറ്റ എക്സിന് 0യിലേക്ക് കൊണ്ടുപോകുക. എന്നാൽ മാത്രമല്ല നമുക്ക് എന്ത് കിട്ടുള്ളൂ, ക്യൂ എന്ന് പറഞ്ഞാൽ പോയിന്റ് പിയിലേക്ക് വരുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് എക്സിലുള്ളൊരു ഇക്വേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം നിങ്ങൾ ഈ ഭാഗം നോക്കുക, ഇതെന്താ ശരിക്കും സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് യു ആണ് അറ്റ് എക്സ് ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബൈ ദി ഡെഫിനിഷൻ ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓൾറെഡി നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞതാണ് ഈ ലിമിറ്റിൻ്റെ ഫോമിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷൻ. ഡോ യു ബൈ ഡോ എക്സ് അറ്റ് ഡെൽറ്റ എക്സ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സിൽ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 വരുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന സാധനം എന്തായിട്ട് മാറും, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആയിട്ട് മാറും. സോ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഇക്വൽ ടു റോ ബൈ ടി ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ. ആ റോ ബൈ ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, കാരണം റോ ഫിക്സഡ് ആണ്, അതുപോലെ ടിയും എന്താണ് ഫിക്സഡ് വാല്യൂ ആണ്. റോയും ഫിക്സ്, റോ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ടി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ആ പോയിന്റിലുള്ള ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ്, അത് ഒരു ഫിക്സഡ് വാല്യൂ ആണ്, അത് നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിക്സഡ് വാല്യൂ ആണ് ഞാൻ എടുത്തിട്ടുണ്ട്. സോ ഈ പറഞ്ഞിരിക്കുന്ന ടോ ബൈ റോ എന്നുള്ള രീതിയിൽ നമ്മൾ ആ വാല്യൂ സി സ്ക്വയറിന് ചൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ. ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ നിങ്ങളിത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1/c സ്ക്വയറിന് വരും. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഇക്വൽ ടു 1/c സ്ക്വയർ. കാരണം ടി ബൈ റോക്കാണ് ഞാനിവിടെ സി സ്ക്വയർ കൊടുക്കുന്നത്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ടെൻഷൻ മേ ബി 0 പക്ഷെ റോ നെവർ ബി 0. ടെൻഷൻ 0 ആവാം, ഇവിടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് 0 ആവാം. കാരണം ചില കേസിൽ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫിക്സ് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് അവിടെ ടെൻഷൻ ഉണ്ടാവില്ല, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ടി 0 ആയി കഴിഞ്ഞാൽ പിന്നെ സി സ്ക്വയർ ഡിഫൈൻഡ് അല്ലാണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ അതിനെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ടി ബൈ റോ ഈക്വൽ ടു സി സ്ക്വയർ എന്ന് എടുക്കുന്നു. അപ്പോൾ ഇവിടെ 1/c സ്ക്വയർ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1/c സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ. അത് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ യു ടി ടി ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു യു എക്സ് എക്സ്.